Chapter 9 Mechanical Properties of Solids. Elasticity. A solid is said to be elastic if it retains its original shape after the deforming forces are removed. Deforming force അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ബോഡി അതിനെ ഒറിജിനൽ ഷേപ്പ് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ സോളിഡ് എങ്ങനെയാണ് ഇലാസ്റ്റിക് ആണെന്ന് പറയുന്നു. ഇനി എന്താണ് സ്ട്രെസ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ സ്ട്രെസ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? F/A, ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിന്, എഫക്ട് ഓഫ് സ്ട്രെസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിന്. സ്ട്രെയിൻ കണ്ടെത്താനുള്ള ഫോർമുല സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇതിൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആവാം, ഏരിയ ആവാം, വോളിയം ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഇനി എന്താണ് ഹുക്സ് ലോ? Within elastic limit, stress is directly proportional to strain. Elastic ലിമിറ്റിൽ സ്ട്രെസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് എന്നാൽ ടെൻസിൽ സ്ട്രെസ് ബൈ ടെൻസിൽ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് അലോങ് ദി ലെങ്ത് ആണ്. ലെങ്ത്തിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടെൻസിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല ടെൻസിൽ സ്ട്രെസ് ബൈ ടെൻസിൽ സ്ട്രെയിൻ. അപ്പോൾ യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല നോക്കുക. Y ഈസ് ഈക്വൽ ടു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ F/A ഡിവൈഡഡ് ബൈ ടെൻസിൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് ഡെൽറ്റ L/L വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ L നേരെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മുകളിലേക്ക് പോയി. അപ്പൊ നമുക്ക് F/L ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L. ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല? യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല. ഇനി ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഒരു വയർ ആണെങ്കിൽ അപ്പൊ ഏരിയ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് πr² ആണ് ഇവിടെ ഏരിയക്ക് നമ്മൾ സാധാരണയായിട്ട് വയർ ആണെങ്കിൽ യൂസ് ചെയ്യാറ്. ഇപ്പൊ പ്രോബ്ലം വരുന്ന സമയത്ത് എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? πr² കൊടുക്കാറുണ്ട്. ഇനി അടുത്ത മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. അത് കാണാനുള്ള ഫോർമുല ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അപ്പൊ അവിടെ ചേഞ്ച് വരുന്നത് ഷേപ്പിലാണ് ചേഞ്ച് വരുന്നത്. മൂന്നാമത്താണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിനെയാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കംപ്രസിബിലിറ്റി? കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി. അതായത് 1/, ബൾക്ക് മോഡുലസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിങ്ങൾ നോക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. Y ആക്സിസിൽ സ്ട്രെസ് ആണ്. ഓയിൽ നിന്ന് A വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ വേരിയേഷൻ ആണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഒരു ചെറിയ സ്ട്രെസ്സിന് സ്ട്രെയിൻ ഉണ്ടാവുന്നത് ലാർജ് ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അതിന്റെ ഗ്രാഫ് ഷേപ്പ് മാറി ഈ പോയിന്റിന് ഫ്രാക്ചർ പോയിന്റ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിറ്റ്വീൻ O and A the curve is linear and in this region Hooke's law is obeyed. അപ്പോൾ O മുതൽ A വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ പോയിന്റിലാണ് ഈ ഗ്രാഫിൽ ഏത് ലോ ഒബേ ചെയ്യുന്നത്? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റുകൾ ഏതാണ്? എവിടെ തൊട്ട് ഏത് വരെയാണ്? O മുതൽ A വരെയാണ്. രണ്ടാമത്തെ കേസ് നോക്കാം. ഫ്രം A to B സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ നോട്ട് പ്രൊപ്പോർഷണൽ. A മുതൽ B വരെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതായത് നോട്ട് പ്രൊപ്പോർഷണൽ ആണ് സ്ട്രെസ്സും സ്ട്രെയിനും. The body still returns to its original dimension when the load is removed. എന്നിരുന്നാലും ഇവിടെ ലീനിയർ അല്ലെങ്കിലും നമ്മൾ ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അടുത്ത പോയിന്റ്, the point B in the curve is known as yield point. ഈ പോയിന്റ് ബിനെ വിളിക്കുന്ന പേരെന്താണ്? yield point എന്നാണ്. അല്ലെങ്കിൽ എന്തെന്ന് കൂടി വിളിക്കുന്നുണ്ട്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. And the corresponding stress is known as yield strength. അപ്പൊ ബിക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? yield strength എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് പോയിന്റ് ബി എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു? ഏത് പോയിന്റിനെയാണ്? yield പോയിന്റിനെയാണ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് yield strength. നമ്മൾ ഗ്രാഫിലെ അടുത്ത പോയിന്റ് നോക്കാം. ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഈവൻ ഫോർ സ്മോൾ സ്ട്രെസ് സ്ട്രെയിൻ ഈസ് ലാർജ്. ആർക്കിടയിൽ ബിക്കും ഡിക്കും ഇടയിൽ ഒരു ചെറിയ സ്ട്രെസ്സിന് സ്ട്രെയിൻ ലാർജ് ആയിരിക്കും. ഇവിടുത്തെ സ്ട്രെസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് സ്ട്രെസ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇവിടെ നിങ്ങോട്ടുള്ള ഈ ദൂരം. പക്ഷെ സ്ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ ബിയിൽ നിന്ന് ഈ പോയിന്റ് വരെ, അതായത് നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ സ്ട്രെയിനിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്മോൾ സ്ട്രെസ്സിന് സ്ട്രെയിൻ എങ്ങനെയാണ് വരുന്നത്, ലാർജ് ആണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ സെറ്റ് ആയി എന്ന് പറയുന്നു, പെർമനന്റ് സെറ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ദ ഡിഫോർമേഷൻ ഈസ് സെറ്റ് ടു ബി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പൊ അത് എന്തായിട്ട് മാറി, പ്ലാസ്റ്റിക് ആയിട്ട് മാറി എന്ന് നമുക്കറിയാം. ആ ഡിഫോർമേഷൻ, ആ മാറ്റത്തിനെ നമ്മൾ എന്ത് മാറ്റം എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഇനി ദ പോയിന്റ് ഡി ഓൺ ദ ഗ്രാഫ് ഈസ് ദ അൾട്ടിമേറ്റ് ടെൻസിൽ സ്ട്രെങ്ത്. പോയിന്റ് ഡിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസിൽ സ്ട്രെങ്ത്. അപ്പൊ പോയിന്റ് ഡിക്ക് വിളിക്കുന്ന പേര് നമുക്ക് കിട്ടി. ഇനി ഫ്രാക്ചർ ഒക്കേഴ്സ് അറ്റ് പോയിന്റ് ഇ. പോയിന്റ് ഇയിൽ നമുക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രാക്ചർ പോയിന്റ്. അപ്പൊ ഇതിൽ കുറെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് പഠിച്ചു, അതിനെ വിളിക്കുന്ന പേര് ഈൽഡ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന പോയിന്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെൻസിൽ സ്ട്രെങ്ത് എന്നാണ്. അതുപോലെ തന്നെ ഫ്രാക്ചർ പോയിന്റ് എവിടെയാണ് വരുന്നത്, ഇ ആണ്. If the ultimate strength and fracture points D and E are close. ഇപ്പൊ ഈ ഗ്രാഫിൽ ഡിയും ഇയും വളരെ അടുത്തടുത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദ മെറ്റീരിയൽ ഈസ് സെറ്റ് ടു ബി ബ്രിട്ടിൽ. മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഡിയും ഇയും തമ്മിലുള്ള പോയിന്റ്, ആ ഡിയും ഇയും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഏതാണ്, ഫ്രാക്ചർ പോയിന്റും വളരെ ക്ലോസ് ആണെങ്കിൽ മെറ്റീരിയൽ എങ്ങനെയാണ്, ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടുന്നതാണ്. ഇഫ് ദേ ആർ ഫാർ അപ്പാർട്ട്, ഡിയും ഇയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ ദ മെറ്റീരിയൽ ഈസ് ഡക്ടൈൽ. മെറ്റീരിയൽ ഡക്ടൈൽ ആണ്, അതായത് പെട്ടെന്ന് പൊട്ടാത്തതാണ്, നമുക്ക് വലിച്ചു നീട്ടാനൊക്കെ പറ്റുന്നതാണ്. ഇനി എന്താണ് ഇലാസ്റ്റോമേഴ്സ്? ഫോർ റബ്ബർ ലൈക്ക് മെറ്റീരിയൽസ് ഈവൻ ഫോർ സ്മോൾ സ്ട്രെസ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വിൽ ബി ലാർജ്. റബ്ബർ പോലത്തെ മെറ്റീരിയൽസിന് ഒരു ചെറിയ സ്ട്രെസ്സിനും സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജ് ആയിരിക്കും. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റോമേഴ്സ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. സ്റ്റീല് റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് ആണ്. ബിക്കോസ് സ്റ്റീൽ റീറ്റെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ക്വിക്ക്ലി ഈവൻ ആഫ്റ്റർ ദ ഡിഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ്ഡ്. ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീല് അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ പെട്ടെന്നായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും, നിലനിർത്തും. അതുകൊണ്ട് റബ്ബറിനേക്കാൾ മോർ ഇലാസ്റ്റിക് ആരാണ്, സ്റ്റീലാണ്. അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ. ഇതിന്റെ ഇലാസ്റ്റിക് ബിഹേവിയറിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ നമ്മൾ കണക്കാക്കുന്നു. ഈ ഫിഗറിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ബോഡി ഇവിടുന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആക്ച്വലി ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് ബോഡി ഇരിക്കുന്നത്. നമ്മളിവിടെ വെയിറ്റ് കൊടുക്കുന്ന സമയത്ത്, ബോഡിക്ക് ഒരു വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവിടെ ഇതുണ്ടായി, ഒരു ബെൻഡിങ് ഉണ്ടായി. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാഗ്, SAG. ഇനി ഈ എമൗണ്ട് ഓഫ് സാഗിനുള്ള ഫോർമുല നമ്മൾ നോക്കുകയാണ്, WL³ divided by 4YBD³. WL³ divided by 4YBD³. ഇത് ഓരോ ലെറ്റർ എന്താ നോക്കാം. ഇതിൽ W ലോഡ് ആണ്, വെയിറ്റ് ആണ്, L ലെങ്ത് ആണ്, B ബ്രെഡ്ത്ത് ആണ്, D ഡെപ്ത് ആണ്, Y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. സോ ബൈ ഇൻക്രീസിങ് ഡെപ്ത് ഡിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് സാഗ്. നമ്മൾ ആ ഫോർമുലയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ D³ ആണ്. അപ്പൊ ഡിയുടെ വാല്യൂ നമ്മളൊന്ന് കൂട്ടി കഴിഞ്ഞാൽ D³ ആണ്. അപ്പൊ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടും. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സാഗ് കുറയും. അതായത് ഇവിടുത്തെ ഈ ബെൻഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ ബെൻഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഡെപ്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. That is why I-shaped structures are used for making buildings and bridges.
അപ്പൊ ബിൽഡിങ്ങും ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ ഷേപ്പ്ഡ് സ്ട്രക്ചർ. അപ്പൊ ഇവിടെ ഇതാ ഇങ്ങനത്തെ സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഇവിടെ ഈ കനം എന്തായിരിക്കും, ഇതിന്റെ ഡിയുടെ വാല്യൂ കൂടുതലാക്കി വെക്കും. അപ്പൊ നമുക്ക് ബെൻഡിങ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ബക്ലിംഗ്? ഇറ്റ് ഈസ് ദ സൈഡ് വൈസ് ബെൻഡിങ് ഓഫ് എ ബാർ. ഒരു ബാറിന്റെ സൈഡ് വൈസ് ബെൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. Then what is Poisson's ratio? Poisson's ratio എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിനിനെ ഏരിയ ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയ്സൺസ് റേഷ്യോ. ഇപ്പൊ രണ്ട് സ്ട്രെയിനുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ഏതൊക്കെയാണ് അത്? ലാറ്ററൽ സ്ട്രെയിനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ബൈ ഹൈറ്റ് ഓഫ് മൗണ്ടൻ ഈസ് ലെസ് ദാൻ 10 കിലോമീറ്റർ. നമ്മളെ ഏറ്റവും വലിയ മൗണ്ടൻ എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. അപ്പൊ അത് 10 കിലോമീറ്ററിൽ താഴെ ഒരു ഇതിന് മൗണ്ടന് പോകാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണെന്നുള്ളത് നോക്കാം. ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ടിപ്പിക്കൽ റോക്ക്. റോക്കിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നോക്കുക, സ്ട്രെസ് ഓൺ മൗണ്ടൻ പി കാണാനുള്ള ഫോം നമുക്കറിയാം. പ്രഷർ പി ഈസ് ഈക്വൽ ടു H rho g എന്നൊരു ഫോമുല ഉണ്ട്. ഇതിൽ റോ എന്ന് പറയുന്നത് 3 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ ജിയുടെ വാല്യൂ 9.8ന് നമ്മളിവിടെ 10 എടുക്കുന്നു, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി പി ഈസ് ഈക്വൽ ടു H rho g ആണ്. പിയുടെ വാല്യൂ, പ്രഷറിന്റെ അല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 30 × 10⁻⁷. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എച്ചിന്റെ വാല്യൂ കാണാം. H is equal to 30 × 10⁻⁷ divided by rho g. റോയുടെയും ജിയുടെയും വാല്യൂസ് ഇവിടെ ഉണ്ട്. നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 30 × 10⁻⁷ divided by 3 × 10³ into 10. അപ്പൊ അതിന്റെ വാല്യൂ 10⁻⁴ മീറ്റർ ആണ്. 10⁻⁴ മീറ്റർ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ ആണ്. അപ്പൊ 10 കിലോമീറ്ററിന്റെ മുകളിലേക്ക് ഹൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോവില്ല. വിച്ച് ഈസ് മോർ ദാൻ ദ ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8.848 കിലോമീറ്റർ ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ് ഹൈറ്റ്. അപ്പൊ ആ 10 കിലോമീറ്ററിന് മുകളിലേക്ക് ഹൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു മൗണ്ടന് പോവില്ല.